കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണയുടെ താലി കണ്ടിട്ട് മോളിക്കുട്ടി ചോദിക്കണേ, അല്ല നീ താലി ഇട്ടിരിക്കുന്നത് നിൻ്റെ വിവാഹം കഴിഞ്ഞതാണോ? അത് പിന്നെ മോളിക്കുട്ടി, എന്താ ഞാൻ കരുതിയത് നീയും നിൻ്റെ അമ്മയും എന്നോടൊന്നും മറച്ചു വെച്ചിട്ടില്ലെന്നാ, എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ നിൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യം നീ എന്തിനാ എന്നോട് മറച്ചു വെച്ചത്? നിനക്കെന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, പറയണമെന്നില്ല. നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ ആ കാര്യം നീ മനസ്സിൽ തന്നെ വെച്ചാൽ മതി. അന്നേരം കൃഷ്ണ പറയണേ, അയ്യോ അങ്ങനെയൊന്നുമല്ല, എനിക്ക് മോളിക്കുട്ടിയോട് ഒരു വിശ്വാസക്കുറവില്ല. എൻ്റെ വിവാഹകാര്യം പറഞ്ഞിട്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഈ താലിയുടെ പേരില്ല എനിക്കും എൻ്റെ അമ്മക്കും നാട് വിട്ട് തന്നെ പോയി മാറി ഇങ്ങോട്ടേക്ക് താമസം മാറ്റേണ്ടി വന്നത്. അന്നേരം മോളിക്കുട്ടി ചോദിക്കണേ, അതെന്താ നിൻ്റെ ഭർത്താവ് ഒരു മോശക്കാരനാണോ? അയാൾ നിന്നെ ഉപദ്രവിക്കോ? അന്നേരം കൃഷ്ണ പറയണേ, അങ്ങനെയൊന്നുമല്ല, അയാൾ നല്ലൊരു മനുഷ്യനാണ്. എന്നെയെന്ന് പറഞ്ഞാൽ ജീവനാ. അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാ താലികെട്ടവനെ വിട്ട് നാടും വിട്ട് ഈ നാട്ടിലേക്ക് വന്നത്? അതിൻ്റെ കാരണം എന്താ? അന്നേരം കൃഷ്ണ തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. ഗാഥയ്ക്ക് പകരം കളറിക്കലെ ശാപം മാറ്റാൻ നവീൻ്റെ ഭാര്യയായിട്ട് കൃഷ്ണ കയറി ചെന്ന കാര്യം, സിത്താരയുമായിട്ടുണ്ടാക്കിയ ആ ഡിമാൻഡിനെ കുറിച്ചും അതൊക്കെ പറയുവാണ്ടോ. എന്തൊക്കെ ഞാൻ ഈ കേൾക്കുന്നത്? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ സത്യമാണോ എന്ന് മോളിക്കുട്ടി ഞെട്ടലോട് കൂടി ചോദിക്കുക. അന്നേരം കൃഷ്ണ പറയണേ, അതെ, ഞാൻ ഓടി ഓടി തളർന്ന എൻ്റെ ജീവിതം തന്നെയായത്. നീ പറയുന്നതൊക്കെ കേട്ടെ, ആ സിതാരാം എന്ന് പറയുന്ന മേഡം ഉണ്ടല്ലോ, അവർ അത്ര നല്ലവരൊന്നുമല്ല. ആയിരുന്നെങ്കിൽ ഇതുപോലൊരു ചതി നിന്നോട് ചെയ്യുമോ? നീ എന്താണെങ്കിലും നീ ഇത്ര സ്നേഹിക്കുന്ന ആ നവീനെ വിട്ടു പോകരുതായിരുന്നു. നവീൻ്റെ ഒപ്പം നീ തന്നെയാണ് ജീവിക്കേണ്ടത്. നവീൻ നിന്നെയല്ല ഇഷ്ടപ്പെടുന്നത്, നിനക്കും നവീനോട് ഇഷ്ടമുണ്ട്. അന്നേരം കൃഷ്ണ പറയണേ, പക്ഷേ എനിക്കും എൻ്റെ അമ്മയെപ്പോലുള്ളവർക്കൊക്കെ ഈ സമൂഹത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതി ജീവിക്കാൻ പറ്റില്ല. അതൊക്കെ സിതാര മാഡത്തിനും ആ ഗാഥയെ പോലുള്ളവർക്ക് വിധിച്ചിട്ടുള്ള ജീവിതമാണ്. അവരുടെ മുമ്പിലൊരു തടസ്സമായിട്ട് നമ്മൾ ചെന്നാൽ അവർ വേരോടെ നമ്മളെ പിഴുതെറിയാനേ നോക്കൂ. അന്നേരം മോളിക്കുട്ടി പറയണേ, എൻ്റെ കൃഷ്ണേ, നിൻ്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിലുണ്ടല്ലോ, സിതാര മാഡം എൻ്റെ മുമ്പിൽ വെച്ച ഡിമാൻഡെല്ലാം കാറ്റിൽ പറത്തിയിട്ട് നവീൻ്റെ ഒപ്പം സുഖമായിട്ട് ജീവിച്ചേനെ. അന്നേരം കൃഷ്ണ പറയണേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. എല്ലാം വിട്ട് ഉപേക്ഷിച്ചല്ലേ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. അതെല്ലാം ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് മറ്റാരും അറിയണ്ട. അങ്ങനെ പറഞ്ഞ് അവരവിടെ നിന്നും പോകുവാണ്. എന്നിട്ട് കാണിക്കുന്നത് ശ്രീനിവാസൻ്റെ കാത്ത് സിറ്റിയിൽ നിൽക്കുന്ന ആ ഫ്രണ്ടിനെയാണ് കേട്ടോ. അങ്ങനെ ശ്രീനിവാസനും കാറിൽ അവിടെ എത്തുവാണ്. കുറേ നാളുകൾക്ക് ശേഷം തൻ്റെ സുഹൃത്തിനെ കണ്ട് ഒത്തിരി സന്തോഷത്തോടെ അയാളെ കെട്ടിപ്പിടിക്കുവാണ്ടോ ശ്രീനി. സിറ്റിയൊക്കെ ആകെ മാറി അല്ലേടോ, കണ്ട കാഴ്ചയൊന്നുമല്ല. ഈ സമയം അയാൾ പറയണേ, പിന്നെ അല്ലാതെ കുറേ വർഷങ്ങൾ കഴിഞ്ഞില്ലേ, ഇപ്പോൾ ഇതൊരു മെട്രോ സിറ്റി ആണല്ലോ, അതിൻ്റേതായ തിക്കും തിരക്കും ബഹളവും ഒക്കെയുണ്ട്. നിനക്കെന്നെ കാണണമെങ്കിൽ ഒന്നൊന്ന് വിളിച്ചാൽ പോരായിരുന്നോ, ഞാൻ അങ്ങോട്ട് വരില്ലേ? അന്നേരം ശ്രീനിവാസ് പറയണേ, എനിക്ക് പല കാര്യങ്ങളും നേടിയതും നഷ്ടപ്പെട്ടതുമൊക്കെ ഈ നാട്ടിൽ വെച്ചല്ലേ. അപ്പോൾ ഇങ്ങോട്ടേക്കൊന്ന് വരണമെന്ന് ചില കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ 20 വർഷം, അതിൻ്റെ ജീവിതത്തിൽ നിന്നും തട്ടിയെടുത്തത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. മറഞ്ഞിരിക്കുന്ന ശത്രു ആരാണെന്ന് ഇത്ര നാളായിട്ടും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരാണ് എന്നോട് അത്രയും പ്രതികാരമുള്ള ശത്രു? എൻ്റെ കുഞ്ഞിനെ പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ ശത്രു ആരാണെന്ന് എനിക്കറിയണം. അയാൾ കാരണമാണ് ഇത്രയും വർഷം ജയിലിൽ കിടന്ന് കഠിനമായ ശിക്ഷകൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത്. ജയിലിൽ പോയതിനു ശേഷം എൻ്റെ ശിക്ഷ തീരാറായ സമയത്തായിരുന്നു അവിടെ ഒരു കലാപം ഉണ്ടായത്. അതിൻ്റെ ഇടയിൽ ഏതോ ഒരു തടവുകാരനെ ആരോ കുത്തി. എന്നാൽ അതിലൊരാൾ, അവൻ്റെ മുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവൻ അന്നേരം വിളിച്ചു പറഞ്ഞു ശ്രീനിവാസനാണ് അയാളെ കുത്തിയതെന്ന്. അങ്ങനെ വീണ്ടും ശിക്ഷയുടെ അളവ് എനിക്ക് കൂടി. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തു വന്നത് എൻ്റെ മോളെ കണ്ടുപിടിക്കാനാണ്. ശാന്തിയെ ഏൽപ്പിച്ച എൻ്റെ മോളെ, അവളെനിക്ക് വേണം. അവൾക്ക് വേണ്ടിയാ ഇനി എൻ്റെ ജീവിതം മുഴുവനും. അവളെ സ്നേഹിച്ചും ലാളിച്ചും അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ലാളിച്ചുമൊക്കെ ഇനിയുള്ള എൻ്റെ ജീവിതം കഴിച്ചു കൂട്ടണം. അതാണ് എൻ്റെ ആഗ്രഹം. ഈ സമയം ആ കൂട്ടുകാരൻ ചോദിക്കണേ, അല്ല സിതാരയുടെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞില്ലേ? വലിയ ബിസിനസ്സുകാരിയാ. ഞാൻ കേട്ടു, ബിസിനസ് രംഗത്തെ അയൺ ലേഡി. അതെ ശ്രീനി, സിതാരയുടെ വളർച്ച പെട്ടെന്നായിരുന്നു. നീ കാണിച്ചു കൊടുത്ത വഴി അവൾക്ക് മുമ്പിലുണ്ടായല്ലോ, പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അന്നേരം ശ്രീനിവാസൻ പറയണേ, ഞാനൊരിക്കൽ പരോളിനിറങ്ങിയ സമയം സിതാരയെ കണ്ടിരുന്നു. അന്നേരം അവൾ മറ്റൊരാളുടേതായി മാറിയിരുന്നു. അതിലവർക്കൊരു കുഞ്ഞുമുണ്ട്. എന്താണെങ്കിലും സിതാര എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്നും അടഞ്ഞൊരു അധ്യായമാണ്. അതിലേക്ക് ഇനി ഒരു മടങ്ങിപ്പോക്കി എനിക്കുണ്ടാവില്ല. എൻ്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം എൻ്റെ മകളെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ പറഞ്ഞെനിക്കുവാണ്ടോ ശ്രീനിവാസൻ. പിന്നീട് കാണിക്കുന്നത് ലോട്ടറി വിൽപ്പനയുടെ ഇടയിൽ മോളിക്കുട്ടിയുടെ അരികിലേക്ക് ചെല്ലുമായിരിക്കും കൃഷ്ണ. ഈ സമയം ഓട്ടോയിലിരുന്ന് മോളിക്കുട്ടി എന്തൊക്കെ ആലോചിച്ച് ഭയങ്കര കരച്ചിലാണ്. അന്നേരം അതുകൊണ്ട് കൃഷ്ണ അങ്ങോട്ടേക്ക് ചെല്ലുക. മോളിക്കുട്ടി, എന്തായത്? നീ കരയുവാണോ? എന്തു പറ്റി? എൻ്റെ ജീവിതത്തിൽ വളരെ സങ്കടപ്പെട്ട ഒരു ദിവസമാണ് കൃഷ്ണ ഇന്ന്. എന്താ അത്? രാവിലെ തന്നെ നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിന് പറ്റിയില്ല. ഇന്ന് എൻ്റെ അപ്പനും അമ്മയും മരിച്ച ദിവസമാണ്. ഞാൻ കുഞ്ഞിതായിരുന്നപ്പോൾ അവരെന്നെയും കുട്ടി പള്ളിയിൽ പെരുന്നാൾ കാണാൻ പോയതാ. കർത്താവിന് വർക്കിയുടെയും ഭാര്യയുടെയും സന്തോഷം കണ്ട് സഹിക്കാൻ പറ്റിയില്ലായിരിക്കും. അതായിരിക്കും പെട്ടെന്ന് അവരെ അങ്ങോട്ടേക്ക് വിളിച്ചത്. ഒരു വണ്ടി അപകടമായിരുന്നു.
അപകടത്തിൽ ഞാൻ ദൂരത്തേക്ക് ഇങ്ങോട്ടോ തെറിച്ചുപോയി. ഞാനൊന്ന് കുഞ്ഞു കുട്ടിയായിരുന്നു. തിരിച്ചറിവില്ലാത്ത പ്രായം, ഒന്നും അറിയില്ലായിരുന്നു. അപകടത്തിന് ശേഷം എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ബോഡി പോലും കിട്ടിയില്ല. ലോറി കയറി ശരീരമെല്ലാം ചതഞ്ഞരിഞ്ഞ് അവിടെ വെച്ച് അനാഥയായ എന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു എലീഷ അമ്മച്ചി ആ അമ്മച്ചിയെ എടുത്ത് വളർത്തിയത്. സത്യം പറഞ്ഞാൽ അവർ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അന്ന് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കുഴിമാടത്തിൽ ഒരു കുഞ്ഞു കുഴിയിൽ ഞാനും അവർക്കൊപ്പം പോയേനെ. അങ്ങനെ പറഞ്ഞ് മോളിക്കുട്ടിയോടെ സങ്കടപ്പെടുവാണ്. അത് കണ്ട് കൃഷ്ണ മോളിക്കുട്ടിയെ ചേർത്ത് കൊടുക്കണേ. നീ എന്തിനിങ്ങനെ സങ്കടപ്പെടുന്നത്? ഇത്ര നാളും നീ ഒറ്റയ്ക്ക് ഒത്തിരി വിഷമിച്ചില്ലേ? ഇനിയിപ്പോൾ ആ സങ്കടങ്ങൾ പങ്കിടാൻ ഒരാളും കൂടിയുണ്ട്. ഞാനില്ല എന്നിട്ട് കൂടെ. കൃഷ്ണേ, എലീഷ അമ്മച്ചിക്ക് ശേഷം എനിക്ക് സ്വന്തമായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നിയത് നീ വന്നതിന് ശേഷം. അല്ല, ഇന്നത്തെ ദിവസം അപ്പൻ്റെ അമ്മയുടെ കുഴിപാടത്തിൽ പോകുന്നില്ലേ? പോകുന്നില്ല. അവിടെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സങ്കടം സഹിക്കാനാവാതെ ദൈവത്തോടൊക്കെ ഞാൻ പൊട്ടിത്തെറിച്ചെന്നിരിക്കും. ഇതിനു മുമ്പ് അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതറിഞ്ഞ പിന്നീട് അങ്ങോട്ടേക്കുള്ള പോക്കൊക്കെ ഞാൻ നിർത്തി. അന്നേരം കൃഷ്ണയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന മോളിക്കുട്ടിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഒരു ബ്രോക്കറോട് സംസാരിക്കുന്ന മൂർത്തിനെയാണ്. ഈ സമയം അതുവഴി പോകുന്ന കൃഷ്ണ ഇവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം മൂർത്തി പറയണേ, അയാൾക്കിപ്പോൾ ആ സ്ഥലം വിൽക്കണം പോലും. നല്ല ഏതെങ്കിലും ബ്രോക്കർ ഉണ്ടെങ്കിൽ മുട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞതാണ്. നമ്മൾ എന്താണെങ്കിലും ആ സ്ഥലത്തിന് അധികം വിലയില്ല എന്ന് പറഞ്ഞിട്ട് വളരെ കുറഞ്ഞൊരു വിലയായിരിക്കണം ശ്രീനിവാസനോട് പറയേണ്ടത്. പക്ഷേ നമ്മൾ പാർട്ടിയോട് അതിലും വലിയൊരു തുക പറഞ്ഞ് അതിനിടയിൽ നിന്നും വലിയൊരു തുക കമ്മീഷനായിട്ട് നമ്മൾ ഈടാക്കുന്നു. തനിക്ക് സമ്മതമാണെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. എനിക്ക് പൂർണ്ണ സമ്മതമാണ്. അങ്ങനെയാണെങ്കിൽ താര് കാര്യം ചെയ്ത് ഒരു 5-8 ദിവസത്തിനുള്ളിൽ അതിന് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കുക. അതിന് അത്രയും ദിവസത്തെ ആവശ്യമൊന്നുമില്ല. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ആളെ റെഡിയാക്കി തരാം. അന്നേരം മൂർത്തി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ആരുടെയോ ഭൂമി ആർക്കോ വിൽക്കുന്നു, അതിൽ കുറച്ച് ലക്ഷങ്ങൾ നമ്മൾ ഈടാക്കുന്നു. ഇതിനങ്ങനെ കണ്ടാൽ മതി. അങ്ങനെ പറഞ്ഞ് അവർ ഒരാൾ സംസാരിക്കുവാണ്. അങ്ങനെ അതെല്ലാം കേട്ട് മൂർത്തിയുടെ സ്വഭാവമൊക്കെ തിരിച്ചറിയുവാണ് കേട്ടോ കൃഷ്ണ. പിന്നീട് കാണിക്കുന്നത് ഗാഥയുടെ ഫോണിലേക്ക് വിളിക്കുന്ന സിതാരേനെയാണ്. അങ്ങനെ ഗാഥ ഫോൺ എടുക്കുക. എന്താ മമ്മിക്ക് എന്തെങ്കിലും ടെൻഷനുണ്ടോ? എൻ്റെ കാര്യം ഓർത്തിട്ടാണോ? എന്നാലേ മമ്മി ഒന്നും കൊണ്ടും പേടിക്കണ്ട. മമ്മിക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കും. ഞാനേ ഇന്ന് നവീൻ്റെ ഒപ്പം ഡോക്ടറിനെ കാണാൻ പോയതാ. എന്തിന്? അത് വേറൊന്നുമല്ല, നവീൻ അന്നേനെ ഡോക്ടറിനെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ കുറച്ച് മരുന്നുകൾ ഡോക്ടർ എനിക്ക് കഴിക്കാൻ തന്നിരുന്നു. ആ മരുന്നൊക്കെ ഞാൻ ഇന്നലെ കഴിക്കാൻ തുടങ്ങി. പക്ഷേ അത് കഴിച്ചതിന് ശേഷം എനിക്കെന്തോ വല്ലാത്തൊരു അസ്വസ്ഥത. അത് പറഞ്ഞ് ഡോക്ടറിനെ കൊണ്ട് പുതിയ മരുന്നുകൾ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. മമ്മിക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചിരിക്കും. അധികം വൈകാതെ തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ട ഗാഥയായിട്ട് ഞാൻ മാറും. അന്നേരം സിതാര പറയണേ, പിന്നെ മോളെ, ആ പൂജാരി പറഞ്ഞ പോലെ എല്ലാ പൂജകളും ചേർത്ത് പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ രണ്ടാളും ഒന്നിച്ചൊരു ദാമ്പത്യം തുടങ്ങേണ്ടത്. അത് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട് മമ്മി. പിന്നെ മമ്മി, എനിക്ക് മമ്മിയോട് ഒരു കാര്യം ചോദിക്കണം എന്നുണ്ടായിരുന്നു. മമ്മി പറഞ്ഞതൊക്കെ വെച്ച് ശ്രീനിവാസൻ എന്ന് പറയുന്നത് വളരെ ക്രൂരനും ദുഷ്ടനായിട്ടുള്ളൊരു മനുഷ്യനാണ്. എന്നെ മമ്മിയിൽ നിന്ന് തട്ടിപ്പറിക്കാനും കൊല്ലാനും വരെ ശ്രമിച്ച ആളാണ്. അങ്ങനെയുള്ള അയാളുടെ പേര് എന്തിനാ മമ്മിയുടെ പേരിൻ്റെ ഒപ്പം ചേർത്തത്? ബിസിനസ്സിൽ ഉയർച്ചകൾ കിട്ടാൻ വേണ്ടിയിട്ടാണോ? എന്തിനു വേണ്ടിയിട്ടാ? അന്നേരം സിതാര പറയണേ, ബിസിനസ് രംഗത്ത് സിതാരക്ക് പിടിച്ചു നിൽക്കാൻ എൻ്റെ പേര് മാത്രം തന്നെ ധാരാളമായിരുന്നു. പക്ഷേ ശ്രീനിവാസൻ എന്നുള്ള പേര് കൂടി ചേർക്കുമ്പോൾ എൻ്റെ മനസ്സിലെ പകയും പ്രതികാരവും ഇരട്ടിക്കും. എന്തെങ്കിലും എനിക്കൊരു തളർച്ച വന്നു കഴിഞ്ഞാൽ എൻ്റെ പേരിൻ്റെ കൂടെയുള്ള ഈ 4 അക്ഷരം മാത്രം മതി. അതിൽ നിന്നെല്ലാം സടകുഴഞ്ഞെഴുന്നേക്കാൻ. എന്നും മനസ്സിലൊരു കനലായിട്ട് അയാൾ എനിക്കുണ്ടാകണം. എന്തെങ്കിലും ഒരിക്കൽ അയാളെ കണ്ടുമുട്ടുകയാണെങ്കിൽ അയാളെക്കാൾ ഉയരത്തിൽ ഈ സിതാരയ്ക്ക് എത്തണം. അതെൻ്റെ മനസ്സിലൊരു വാശയായി കിടക്കുന്ന കാര്യമാണ്. ഈ സമയം അതെല്ലാം കേട്ടിട്ട് ഗാഥ പറയണേ, മമ്മി, എനിക്ക് പണ്ട് എൻ്റെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതൊന്നും മമ്മിയോട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. എന്തെങ്കിലും ഒരിക്കൽ അയാളെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മമ്മിയോട് അയാൾ ചെയ്ത കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം അയാളുടെ പേര് കേൾക്കുന്നത് പോലും എനിക്ക് ഉറപ്പാണ്. അയാളെങ്ങാനും എൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഈ സമയം സിതാര പറയണേ, മോളെ അതൊക്കെ വിട്. എന്താണെങ്കിലും മമ്മി കാത്തിരിക്കുക. ഒരിക്കൽ എല്ലാവരും മോളെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കാൻ, കളരിക്കിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി എൻ്റെ ഗാഥ മോള് മാറി എന്ന് പറയുന്നത് കേൾക്കാൻ. ശരി മമ്മിക്ക് അത് ഉടനെ കേൾക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞ ഗാഥ ഫോൺ കട്ട് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത് മോളിക്കുട്ടി കൃഷ്ണയോട് ചോദിക്കണേ, എന്നാലും 5000 ലോട്ടറി അടിച്ചത് ആർക്കായിരിക്കും? അതാണ് ഞാനും ആലോചിക്കുന്നത്. എത്ര ആലോചിച്ചിട്ടൊരു പിടി കിട്ടുന്നില്ല. ഇനി ഉദ്ഘാടന ദിവസം അനിൽ സാറിനാണല്ലോ ആദ്യത്തെ ലോട്ടറി കൊടുത്തത്. അതിൻ്റെ നമ്പർ നീ നോട്ട് ചെയ്തായിരുന്നോ? ഇല്ലെന്നേ, ആരോ ടെൻഷനിലും വെപ്രാളത്തിലും അത് നോട്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയി. പക്ഷേ അവസാനം 7 എന്തോ ആയിരുന്നെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ സമ്മാനോട് ചില ടിക്കറ്റിൻ്റെ നമ്പറോ അതും 7 അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ചോ, മിക്കവാറും അത് അനിയൻ സാറിൻ്റെ തന്നെയായിരിക്കും അടിച്ചിട്ടുണ്ടാവുക. മോൾക്കുട്ടി, നിനക്കിന്ന് തിരക്കുണ്ടോ? കൃഷ്ണേ, എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ടൊരു ഓട്ടോ ഉണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കോട്ടോ ശ്രീനിവാസൻ്റെ കാറ് അതുവഴി വരുന്നത് കാണുന്നത്. കൃഷ്ണേ, അനിയൻ സാറിൻ്റെ കാറാണ് വരുന്നത്. അന്നേരം കൃഷ്ണ അതിൻ്റെ മുമ്പിലേക്ക് ഓടുവാണ്. ഈ സമയം ശ്രീനിവാസൻ കാർ നിർത്തുവാണ് കേട്ടോ. അങ്ങനെ കൃഷ്ണ നേരെ ശ്രീനിവാസൻ്റെ അരികിലേക്ക് ഓടിയെത്തുവാണ്.
അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ഗാഥ ഡോക്ടർ കൊടുത്ത ആ മരുന്നൊക്കെ കഴിക്കുമായിരിക്കും. അത് കണ്ടിട്ട് നിർമ്മലയും കീർത്തിയും കൂടി ഗാഥയുടെ അരികിലേക്ക് വരിക. അല്ല, നീ എന്ത് മരുന്നാണ് കഴിക്കുന്നത്? അന്നേരം ഗാഥ നിന്ന് പരുങ്ങുവാണ്. എന്നിട്ട് പറയണേ, ഇത് കോൾഡിൻ്റെ മരുന്നാ. കോൾഡിൻ്റെ മരുന്നോ? എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞ് അതിൻ്റെ പേരൊക്കെ എടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട് കീർത്തി. എന്നിട്ട് പറയണേ, കോൾഡിൻ്റെ ഗുളികയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടെ ഇതൊക്കെ എന്തിൻ്റെ ഗുളികയാണെന്ന് അമ്മയ്ക്കറിയോ? ഇല്ല, ഭ്രാന്ത് മാറ്റാനുള്ള ഗുളികയാണ്. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും ചേർന്ന് ഗാഥയെ കളിയാക്കുവാണ്. അതൊക്കെ കേട്ടിട്ട് ഗാഥയാണെങ്കിൽ ദേഷ്യത്തിൽ കലി തുള്ളി നിൽക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് നടന്നു വരുന്ന വഴിയിൽ തളർന്നെവിടെയോ റോട്ടിൽ നിൽക്കുന്ന തങ്കത്തിനെയാണ്. ഈ സമയം തങ്കം റോഡ് ക്രോസ് ചെയ്യാനോ മറ്റോ നിൽക്കുമായിരിക്കും. അന്നേരം എതിർ ദിശയിൽ വരുമായിരിക്കും കേട്ടോ ശ്രീനിവാസൻ. അങ്ങനെ പെട്ടെന്ന് തങ്കം ശ്രീനിവാസൻ വരുന്ന ഒരു സൈഡിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തങ്കവും ശ്രീനിവാസനും തമ്മിൽ കണ്ടുമുട്ടുമോ? കൃഷ്ണ തൻ്റെ മകളാണെന്ന് ശ്രീനിവാസൻ തിരിച്ചറിയോ? അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്